ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ പിന്നെയും പുതിയൊരു വ്ളോഗുമായിട്ട് വന്നേക്കാണ്. ഒന്നുമില്ല, ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് രാത്രി ഏകദേശം 10-10:30 സമയം. അപ്പോൾ സൈറ്റിൽ വെറുതെ ഇരുന്ന് ഉറക്കം വരാണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ശുഭാഷം പറഞ്ഞു, നമുക്കൊന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് വരാം. തിരുവനന്തപുരം അല്ല, എവിടെ പോകുന്നത്? നമ്മുടെ ലുലു മാളിൽ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം വിസിറ്റാണ്. ഒരു മണി അതുവരെ ഞാൻ കണ്ടില്ല. ഞാൻ ഇതിന് മുൻപ് കൂടിയാണ് സൈറ്റിലേക്ക് വന്നത്. അതായത് ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം ലുലു കണ്ടേക്കാണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടാൽ കൂടി വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് ഈ കാണുന്ന ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്ത് പോകാൻ. ഹൈവേ ഒക്കെ നല്ല നീണ്ടു നിൽക്കുന്ന ഹൈവേ. വണ്ടികളൊക്കെ രാത്രി നല്ല ഫുൾ തിരക്കുണ്ട് കേട്ടോ, നല്ലപോലെ തിരക്കുണ്ട്. അതേപോലെ തന്നെ ഈ കാണുന്ന ഓണ് മുത്തൂറ്റ് പപ്പജൻസിൻ്റെ ഇപ്പോൾ കണ്ടില്ലേ, അത് അവരുടെ ഫ്ലാറ്റാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓവർ ബ്രിഡ്ജ് വഴി കയറി നമുക്ക് നേരെ ലുലുവിലേക്ക് പോകാം. നമുക്ക് കാണാൻ നല്ല നൈറ്റ് ആകാൻ നല്ല രസമാണ് കേട്ടോ. ഫോണിൽ എത്രത്തോളം ക്ലാരിറ്റി ഒന്നും അറിയില്ല, നൈറ്റ് ആകാൻ അനുസരിച്ച് കുറവുണ്ട്. ബട്ട് ഈ ഒരു വ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു മാള് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഉള്ളിൽ പോകുന്നത്. ഇപ്പോൾ വലിയൊരു 10-100-500 കാർ നിർത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ പെയ്ഡ് പാർക്കിംഗ് ആണ്. പക്ഷേ റോഡ് സൈഡിൽ തന്നെ ഒരുപാട് കാറുകൾ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ നമുക്കിങ്ങനെ നടന്ന് എന്തായാലും ഉള്ളിലോട്ട് പോകും. ഇപ്പോൾ വലിയ തിരക്കൊന്നും ഇപ്പോൾ പോകുമ്പോൾ കാണുന്നില്ല. അപ്പോൾ ഏകദേശം ഇന്നൊരു വെള്ളിയാഴ്ച ഡേ ആണ്. നമ്മളിപ്പോൾ രാത്രി ഉറക്കം വരായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തെങ്കിലും പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് സമയം കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ മാളുടെ ഉള്ളിലേക്ക് എൻട്രി ആവാണ് കേട്ടോ. എൻട്രി ആയപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. എത്ര നേരം വെളിയിലുള്ള പോകുന്നില്ല. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ് സൈഡിൻ്റെ ഒരു ഇതുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ ട്രിവാൻഡ്രം ലുലുവിൽ ആദ്യമായിട്ട് കയറി. ഇപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും കാണുന്നില്ല. സൈഡിലൊരു ടി വി ഉണ്ട്, വലിയൊരു ടി വിയൊക്കെ കണ്ട. പിന്നെ കുറേ കമ്പനികളുടെ ഡ്രസ്സ് അത് ഇത് പറഞ്ഞ പോലെ ഡെനിമ അപ്പിടി ഇപ്പിടി പല കമ്പനികൾ, എനിക്ക് കുറച്ച് കമ്പനികൾ അറിയില്ല. പല കമ്പനികളും ഫുഡ് കഴിക്കുന്ന പല സംഭവങ്ങളും ഇതിനുള്ളിലുണ്ട്. പക്ഷേ ഈ മുകളിൽ കാണുന്ന ഒളിമ്പിക്സിൻ്റെ ചിഹ്നം വെച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇതേ ലെഫ്റ്റ് സൈഡിൽ US പോളോ ഉണ്ട്, ഇവിടെ ഡയറക്റ്റ് ഉണ്ട്, ലെവിസ് ഉണ്ട്, അതേപോലെ ജാക്ക് ആൻഡ് ജോൺസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഡൗട്ട്, ഈ മുകളിൽ ഇതിൻ്റെ ഇത് വെച്ചേക്കണത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഫെറാരി റോഷറിൻ്റെ മിഠായിയെ നോക്കി നിൽക്കുകയാണ്. നേരെ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കയറി. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഈ ലുലുവിൽ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കയറി. ഇതുവരെ കൊച്ചു ലുലുവിനുള്ളിൽ പോലും ഞാൻ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കയറിയിട്ടില്ല. ഇവിടെ കുറേ ഐറ്റംസ് ഈ കഴിക്കാനുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ നല്ല തിരക്കുണ്ട്. വെളിയിലുള്ള പോലെയല്ല, മാളിൽ സൂപ്പർ മാർക്കറ്റിൽ നല്ല തിരക്ക് കുറവ്, ഒന്നൊന്നര തിരക്കാണ്. നമ്മുടെ നാട്ടിലേക്ക് ചെറിയ ഉള്ളു, ഇവിടെ നല്ല വലിയ ഉള്ളിലാണ് കേട്ടോ. നോർമലി അപേക്ഷിച്ചിട്ട് ഇവിടെ കുറച്ച് വലിപ്പം കൂടുതലാണ്. എല്ലാം കൂടി തുണിത്തരത്തിൽ കെട്ടി സേഫായി നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ സമ്മതിക്കണം. ഡെയിലി ഇതൊക്കെ വൃത്തിയാക്കലും നോക്കലും വൃത്തിയിൽ അടിപൊളിയാക്കി വെക്കലും ചീഞ്ഞത് മാറ്റലും നല്ലത് വെക്കലും അത് വലിയൊരു സംഭവം തന്നെ. അങ്ങനെ നടന്ന് വേറൊരു സ്ഥലത്തെത്തി. ഈ കാണുന്ന ഫുള്ള് ഉണക്കമീൻ. ഇവിടെ കാണുന്നത് പച്ച മസാലയിൽ മീനാക്കി വെച്ചിരിക്കുക. കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് നേരെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ബോക്സിൽ ഫിനിഷിങ് അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ പിന്നെ വേറെ സംഭവം, വെളിയിലൊക്കെ പോയാൽ നല്ല ഈച്ച കാണും. ഇവിടെ ഈച്ചൻ്റെ ഒരു അംശമല്ല. ഐസ് ഇട്ടെങ്കിലും അതിൽ പക്ക ഐസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറേ മീറ്റുകൾ കാണുന്നുണ്ട്. ആടിൻ്റെ തല, കരൾ, കുടൽ, കാല്, ലെഗ് പീസ്, ചെസ്റ്റ് പീസ് പറഞ്ഞ പല സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ആടിൻ്റെ ബ്രെയിനാണ് കേട്ടോ, ബഫലോ ബ്രെയിനാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. ഞാൻ ചോരയൊക്കെ കഴിച്ചിട്ടുണ്ട്. കാണുന്ന മുകളിലത്തെ റെഡ് വരുന്ന ചോരയാണ്. പിന്നെ ഇതൊക്കെ കുറേ മസാല തേച്ച് വെച്ച മീറ്റുകൾ കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു സൂപ്പർ മാർക്കറ്റിനുള്ളിൽ ലുലു കൊച്ചി ഇതിൽ കയറിയില്ല. അപ്പോൾ അവിടെ ചേട്ടൻ ഇവിടെ നല്ല ചിക്കനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രഷ് ചിക്കൻ വെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മില്ലിയ ഗ്രാമുകളായിട്ട് കൊടുക്കുന്നു. കിലോ മാത്രമല്ല, ഗ്രാമുകളായിട്ടും ഈ സംഭവം കൊടുക്കണം. നമുക്ക് ഒരു കിലോ വേണ്ട, അപ്പോൾ ഒരാളൊരു വീട്ടിലുള്ളൂ, ഒരു ഗ്രാം കഴിക്കേണ്ടതുണ്ട്. ആ രീതിയിലും അവർ സെർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നടന്നിടം തൊട്ടടുത്ത് ഇവിടെ ഹോട്ട് ഫുഡുകളൊക്കെ അപ്പം കൊടുക്കുക. നൂഡിൽസ്, ബിരിയാണി, അങ്ങനെ പല ഐറ്റംസ് കേട്ടോ. ഇവിടെ കുറച്ച് അടിപൊളി വെറൈറ്റി ബിരിയാണികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ച് നേരം നടക്കുന്ന ശേഷം നേരെ രണ്ടാമത്തെ ഫ്ലോറിലോട്ട് പോകണം കേട്ടോ. രണ്ടാമത്തെ ഫ്ലോറിൽ പോയപ്പോഴും ഫാഷൻ സ്റ്റോറാണ്. നമ്മൾ ഇതിനുള്ളിൽ കയറി നമുക്ക് പർച്ചേസിംഗ് ഒക്കെ നോക്കാം, ഏതാ ഉള്ളതെന്നൊക്കെ കുറേ സംഭവങ്ങൾ കാണിക്കും. ഇവിടെ കുറേ ബേബീസിൻ്റെ ഒക്കെ കുറേ ഡ്രസ്സുകൾ കാണുന്നുണ്ട്. ഞാൻ എനിക്കൊരു ജീൻസ് കാണുമ്പോൾ കുറച്ച്, അപ്പോൾ ജീൻസ് നോക്കി നടക്കുമ്പോൾ അതേ മുന്നിൽ വലിയ 2 സൈസ് കാറുകൾ ഓഫ് റോഡ് പോകാൻ വേണ്ടി എടുക്കാൻ തോന്നുന്നു കേട്ടോ. ഫോർഡിൻ്റെയാണ്. ഇവിടെ കരിഷ്മൻ്റെ ബൈക്കുകളും കിടക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയുള്ള കുറേ സംഭവങ്ങളാണ്. അപ്പോൾ പിന്നെയും ഞങ്ങൾ കയറി പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ എത്തിക്കുന്നത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് മുന്നിൽ. അപ്പോൾ ഇപ്രാവശ്യം ലുലുവിൽ നല്ല ഓഫർ ഉണ്ടെന്നാണ് കേട്ടെ. എന്നാലും ഞാൻ ഇവിടെ തൽക്കാലം ഒന്നും വാങ്ങുന്നില്ല. ഇവിടെ നിന്ന് പാലക്കാട്ടിലേക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് കണ്ട് എന്തൊക്കെ റേറ്റ് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് വരാം. വലിയ JBL, മാർഷല്ല JBL എല്ലാം കേട്ടോ. നമ്മുടെ വിജയാണ് ഉപയോഗിക്കുന്ന മാർഷലൊക്കെ ഉണ്ട്. പക്ഷേ 5000, 10,000, 15,000 വില ഉണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ വാങ്ങുന്നില്ല. അതുകൊണ്ട് ഈ സൈഡിലും കുറേ ഫ്രിഡ്ജുകൾ കാര്യങ്ങൾ അതൊക്കെ. അങ്ങനെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് വന്നു. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഇവിടുത്തെ വലിയൊരു സംഭവങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഞാനൊരു ചായ പറഞ്ഞിട്ട് വന്നിട്ട് ഒരു കോഫി ഓർഡർ ചെയ്തു. 2 കോഫി ഓർഡർ ചെയ്തു. ഇപ്പോൾ മനസ്സമാധാനം ഈ കോഫി കുടിച്ചുകൊണ്ടിരിക്കുക.
2 കോഫിക്ക് ഏകദേശം 120 രൂപയാണ് ചാർജ് ചെയ്തത്. ഓക്കെ, കോഫി കുടിക്കാന്ന് വെച്ചാൽ ഇവർ പതപ്പിച്ചിട്ടൊരു ഗ്ലാസ്സിൽ തന്നു. അതിലോട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് നമ്മൾ സ്റ്റിക്കിട്ട് ഇളക്കണം. വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അവിടെ നിന്ന് കോഫി കുടിക്കുന്നത്. എറണാകുളം ലുലു പോയിട്ട് പോലും ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഡേ 120 റുപ്പീസ് ലുലു, അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സന്തോഷപ്പെട്ടു, രസമാണ് അതൊക്കെ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. 120 കോഫി കുടിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.